എല്ലാവർക്കും സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചന്ദ്രയാൻ 3യെ കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇത് വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇത് വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ്. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം LVM-3M4. വിക്ഷേപണ വാഹനമാണ് LVM-3M4. വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനം LVM-3M4. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ആഗസ്റ്റ് 23-നാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ആഗസ്റ്റ് 23-നാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് 2023 ആഗസ്റ്റ് 5-നാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയത് 2023 ആഗസ്റ്റ് 5-നാണ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിൻ്റാണ്. ചന്ദ്രയാൻ 2 ലാൻഡർ തകർന്നു വീണ സ്ഥലമാണ് തിരങ്ക. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിൻ്റാണ്. ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡർ തകർന്നു വീണ സ്ഥലം തിരങ്ക ആണ്. ദേശീയ ബഹിരാകാശ ദിനം ആഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം ആഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചാന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായി പേടകം ലാൻഡ് ചെയ്യിപ്പിക്കുക. ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണം. ഏതാണ്? ഒന്ന്, ചാന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായി പേടകം ലാൻഡ് ചെയ്യിപ്പിക്കുക. ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണം. ചന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. ചന്ദ്രനിലെ താപനിലയിലെ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന പേലോഡാണ് ചാസെറ്റ്, ചന്ദ്ര സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻ്റ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും താപനില കുറയുന്നു. ചന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. പിന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ് ചാന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായി പേടകം ലാൻഡ് ചെയ്യിപ്പിക്കുക. ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണം നടത്തുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ദൗത്യ ലക്ഷ്യങ്ങൾ. ചന്ദ്രനിലെ താപനിലയിലെ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന പേലോഡാണ് ചാസെറ്റ്, ചന്ദ്ര സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻ്റ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും താപനില കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ചന്ദ്രൻ്റെ പേലോഡുകളൊക്കെ ചന്ദ്രയാൻ 3യുടെ പേലോഡുകളൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.